ഗൗരവകരമായ ചർച്ചകൾ നടക്കുമ്പോൾ ഉല്ലാസയാത്ര നടത്തുന്നത് പോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടി നടക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. കഴിഞ്ഞ ദിവസം സഭയിൽ MLA-മാർക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ ശാസനയാണിത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പല തവണ സ്പീക്കർക്ക് MLA-മാർക്ക് താക്കീത് നൽകേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ഉമാ തോമസ് MLA സംസാരിക്കുന്നതിനിടയിൽ ഇടപെട്ടാണ് MLA-മാർക്ക് സ്പീക്കർ താക്കീത് നൽകിയത്. ശാസിച്ചും ചിരിച്ചും സഭമര്യാദകളെപ്പറ്റി പല തവണ അദ്ദേഹം അംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭാ മര്യാദകൾ മറക്കുകയാണോ പുതിയ MLA-മാർ? പുതിയ MLA-മാർ ധാരാളം എത്തിയതാണോ ഈ പ്രശ്നത്തിന് കാരണം? നിയമസഭയിലെ നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നതാണെങ്കിലും അവയ്ക്കൊപ്പം ചില സഭാ മര്യാദകളും അംഗങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സഭയുടെ അന്തസ്സും ചർച്ചകളുടെ ഗൗരവവും നിലനിർത്താനാണ് ഈ മര്യാദകൾ. അവ എന്തെല്ലാമാണെന്നല്ലേ ഒന്ന് പരിശോധിക്കാം. ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും നിയമങ്ങളും ചർച്ച ചെയ്യുന്ന അതീവ ഗൗരവമുള്ള സ്ഥലമാണ് നിയമസഭ. സഭയ്ക്കകത്ത് ലക്ഷ്യമില്ലാതെ നടക്കുന്നത് സഭയുടെ ഗൗരവത്തെയും അന്തരീക്ഷത്തെയും ബാധിക്കും. സഭാ ചട്ടങ്ങൾ അനുസരിച്ച് സഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അംഗങ്ങൾ തങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള സീറ്റുകളിൽ ഇരുന്ന് ചർച്ചകളിൽ പങ്കെടുക്കണം. സഭയുടെ നടുവിലൂടെയോ ഡയസിന് മുന്നിലൂടെയോ നടക്കുമ്പോൾ അത് സ്പീക്കറുടെ കാഴ്ചയെ മറക്കുകയും ചെയറിനോടുള്ള ആദരക്കുറവായി കണക്കാക്കപ്പെടുകയും ചെയ്യും. ഒരംഗം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അംഗത്തിനും സ്പീക്കർക്കും ഇടയിലൂടെ മറ്റൊരംഗം കടന്നുപോകാൻ പാടില്ല. MLA-മാർ സഭയ്ക്കുള്ളിൽ ചെയറിന് മുഖം മറച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. കേരള നിയമസഭാ ചട്ടങ്ങൾ പ്രകാരം ഒരംഗം പ്രസംഗിക്കുമ്പോഴോ സഭയിൽ ഇരിക്കുമ്പോഴോ സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല എന്നാണ്. സഭയുടെ പരമാധികാരിയായ സ്പീക്കറുടെ പദവിയോടും ചെയറിനോടും കാണിക്കേണ്ട ബഹുമാനത്തിന്റെ ഭാഗമാണിത്. സഭ നിയന്ത്രിക്കുന്ന സ്പീക്കർക്ക് ഓരോ അംഗത്തിന്റെയും ഭാവങ്ങളും ചലനങ്ങളും വ്യക്തമായി കാണാൻ സാധിക്കണം. ചെയറിന്റെ കാഴ്ച മറയ്ക്കുന്നത് സഭയിലെ അച്ചടക്ക പാലനത്തെ തടസ്സപ്പെടുത്തും. അംഗങ്ങൾ സംസാരിക്കുന്നത് സ്പീക്കറെ അഭിസംബോധന ചെയ്താണ്. അതുകൊണ്ട് സംസാരിക്കുന്ന അംഗത്തിനും സ്പീക്കർക്കും ഇടയിൽ മറ്റാരും വന്ന് കാഴ്ചയോ ശ്രദ്ധയോ മറയ്ക്കാൻ പാടില്ല. സഭയിലെ മുതിർന്ന അംഗങ്ങൾ കാണിക്കുന്ന മാതൃകാപരമായ സഭാ മര്യാദകൾ പിന്തുടരാൻ പുതിയ അംഗങ്ങൾ തയ്യാറാകണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതിയ അംഗങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സഭയെ സംസാരിക്കുന്നതിന് മുൻപ് സ്പീക്കറോട് മുൻകൂട്ടി അനുമതി വാങ്ങേണ്ടതുണ്ട്. സഭയിലെ എല്ലാ പ്രസംഗങ്ങളും സ്പീക്കറെ അഭിസംബോധന ചെയ്ത് മാത്രമായിരിക്കണം. ഒരംഗം സംസാരിക്കുമ്പോൾ മറ്റംഗങ്ങൾ തടസ്സപ്പെടുത്തുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. സഭയുടെ അന്തസ്സിന് നിരക്കാത്തതോ അപകീർത്തികരമായോ ആയ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പീക്കർ അത് സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യും. സഭയിൽ പ്രവേശിക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും അധ്യക്ഷനെ വണങ്ങണം. സീറ്റിലിരുന്ന് സംസാരിക്കുക, അധ്യക്ഷൻ സംസാരിക്കുമ്പോൾ സഭ വിടാതിരിക്കുക എന്നിവ സഭാമര്യാദകളാണ്. പത്രമോ പുസ്തകമോ വായിക്കാൻ പാടില്ല. പ്രസംഗത്തിന് തടസ്സം വരുത്തരുത്. ഗാലറിയെ പരാമർശിക്കുകയും അരുത്. അനാവശ്യ ശബ്ദങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. കോടതിയുടെ പരിഗണനയുള്ള വിഷയങ്ങൾ, അനുമതിയില്ലാതെ മറ്റൊരംഗത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്നിവ ഒഴിവാക്കണം. മറ്റ് സഭകളെക്കുറിച്ച് ദുസ്സൂചന പാടില്ല. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും പേരുകൾ അകാരണമായി ഉപയോഗിക്കാൻ പാടില്ല. രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ പാടില്ല. സ്പീക്കറുടെ അനുമതിയോടെ മാത്രമേ സഭയിൽ സംസാരിക്കാൻ പാടുള്ളൂ. ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കണം. വ്യക്തമായ തെളിവുകളില്ലാതെ മറ്റംഗങ്ങൾക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാനും പാടില്ല. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കാനോ പ്ലക്കാർഡുകൾ ഉയർത്താനോ പാടില്ല. ആയുധങ്ങളോ സഭയ്ക്ക് നിരക്കാത്ത മറ്റു വസ്തുക്കളോ ഉള്ളിലേക്ക് കൊണ്ടുവരരുത്. പ്രതിഷേധം അറിയിക്കാൻ വാക്കൌട്ട് നടത്താമെങ്കിലും സഭയുടെ അന്തസ്സ് കെടുത്തുന്ന രീതിയിലാകരുത് അത്. സഭയ്ക്കുള്ളിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാനും പാടില്ല.